സ്നേഹമുള്ളവരെയും എല്ലാവർക്കും നമ്മുടെ മതബോധന പഠനക്കളരിയിലേക്ക് സ്വാഗതം. കാറ്റക്കിസം എന്ന് പറയുമ്പോൾ പിള്ളേർ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ വലിയ ആൾക്കാരൊക്കെ ഇത് പഠിക്കണോ? ഇതാണ് പലരുടെയും ചിന്ത. എന്നാൽ ഈ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ദിസ് ഈസ് എ അപ്പസ്റ്റോളിക് കോൺസ്റ്റിറ്റ്യൂഷൻ, വിശ്വാസ നിക്ഷേപം. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ നാം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സഭയുടെ വിശ്വാസ നിക്ഷേപം ഒരു വലിയ സമ്മാനമായിട്ട് സ്വീകരിച്ച് അതിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. ഇത് 1021 ദിവസമാണ് നമ്മുടെ. സ്നേഹമുള്ളവരെയും നമ്മൾ പ്രവചനത്തിലേക്കാണ് നീങ്ങുന്നത്. നിങ്ങളിൽ എത്ര പേര് പ്രവചനവരത്തിനായി ദാഹിക്കുന്നവരുണ്ട്? എനിക്ക് പ്രവചനം വേണം, പ്രവചന വരം വേണം. പരിശുദ്ധാത്മാവിന് വളരെ പ്രിയപ്പെട്ടൊരു കാര്യമാണ്. അതാണ് ഈശോ പറഞ്ഞത്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ. എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്നിൽ നിന്ന് പ്രവഹിക്കുന്ന ജ്ഞാനം, എന്റെ ജ്ഞാനം ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ പങ്കാളികളായി കൂട്ടുവേലക്കാരായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ ജ്ഞാനം ഞാൻ ഒഴുക്കുന്നു. എൻ്റെ ജ്ഞാനം, ഐ ഓപ്പൺ മൈ വിസ്ഡം, എൻ്റെ ജ്ഞാനം ഞാൻ തുറക്കുന്നു. ശലമക്കല്ലമക്കുറ, ശരിയലമക്കരമക്കുറ, റബിയലമക്കരമക്കുറ. കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്തതുമായ വലിയ ദൈവിക രഹസ്യങ്ങളെ ഞാൻ നിങ്ങൾക്കായി എന്റെ ജ്ഞാനത്തിലൂടെ ഇതാ പകരുന്നു. ഇതാ ഇന്ന്, ഇതാ ഇപ്പോൾ. എന്റെ ജനമേ, എന്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനം, എന്റെ വചനത്തിന്റെ ആഴമായ വെളിപ്പെടുത്തലുകൾ, എന്റെ ദിവ്യ രഹസ്യങ്ങൾ, എന്റെ രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് തുറക്കുന്നു, നിങ്ങൾക്കായി തുറക്കുന്നു. നിങ്ങളത് സ്വീകരിക്കുവിൻ. നിങ്ങളത് സ്വീകരിക്കുമ്പോൾ എൻ്റെ വചനത്തിലും എൻ്റെ ആത്മാവിലും അടങ്ങിയിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾ എന്നിൽ ആനന്ദിക്കുന്നത്. നിങ്ങൾ എന്നിൽ ആനന്ദിക്കുന്നത് എനിക്ക് വലിയ ആനന്ദമാണ്. പിതാവ് എന്നെ സകലതും ഏൽപ്പിച്ചിരിക്കുന്നു. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. ഇവിടെ ദൈവരാജ്യത്തിന്റെ മക്കളാണ് ശിശുക്കൾ. ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നവൻ ദൈവത്തിന്റെ ശിശുവാണ്, ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും അവന് അവകാശമാണ്. അതവന്റെ പിതൃസ്വത്താണ്, അതവന്റെ പിതൃസ്വത്താണ്. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാചനങ്ങളെ, ഇതാ ഇന്ന് ഞാൻ നിങ്ങളിൽ ഒരു പുതിയ ജ്ഞാനത്തെ നിവേശിപ്പിക്കുന്നു. I am infusing in you a new wisdom. ഞാൻ നിങ്ങളുടെ ആത്മാവിലേക്ക് ഒരു പുതിയ ജ്ഞാനത്തെ നിവേശിപ്പിക്കുന്നു. ശലബാ ശലബാ ശലബാ. റിസീവ്, റിസീവ്. സ്വീകരിക്കുവിൻ, സ്വീകരിക്കുവിൻ, സ്വീകരിക്കുവിൻ.
ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, തുടർന്ന് നമുക്ക് ഇന്നത്തെ ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷൻ, ഇതിനെ സ്ഥിരീകരിക്കുന്ന സൗഖ്യത്തിനായിട്ട് കാതോർക്കാം. ഒരാളുടെ കാതിലുള്ള വേദനയോ കേൾവിക്കുറവോ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതാ അവിടെ പാരലായിട്ട് ട്രസ്സിന് അതേ സന്ദേശം കിട്ടുന്നു. കാതിൽ പഴുപ്പുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. കാതിൽ പഴുപ്പ്, ശലവക്കറ. ഇതിൻ്റെ കൺഫർമേഷനാണത്. അതോടൊപ്പം ഇതാ വീണ്ടും ഒരു സൗഖ്യം. തോളിൻ്റെ ഷോൾഡറിന്റെ ആ ജോയിന്റിൽ പെയിനുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. മൂന്നാമതൊന്ന്, കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ച് പീള കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നു. നാലാമതൊന്ന്, മുഴ മാറുന്നു. ശരീരത്തിൽ ഉള്ള ഒരു മുഴ മാറുന്നു. 4 സൗഖ്യങ്ങൾ. ആദ്യത്തേത് കാതിൽ ചെവിട്ടിലുള്ളൊരു പഴുപ്പും വേദനയും സൗഖ്യപ്പെടുത്തുന്നു. രണ്ടാമത്തേത് ഷോൾഡർ പെയിൻ. മൂന്നാമത്തേത് കണ്ണിൽ പിളകെട്ടി വെള്ളം വരുന്നത് സൗഖ്യപ്പെടുന്നു. നാലാമത്തേത് മുഴ മാറുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് CC 1153. നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാക്കുകളും പ്രവൃത്തികളും കൗദാശിക ആരാധനാക്രമത്തിലെ കാര്യങ്ങളാണ്. നമ്മൾ പെസഹ രഹസ്യത്തിന്റെ കൗദാശിക ആഘോഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെസഹ രഹസ്യത്തിന്റെ കൗദാശിക ആഘോഷത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൗദാശിക ആഘോഷത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്ന അടയാളങ്ങളെക്കുറിച്ചായിരുന്നു. ഇനി വാക്കും പ്രവൃത്തികളും, കുർബാനയിലും ആരാധനാക്രമത്തിലും ഉപയോഗിക്കപ്പെടുന്ന വാക്കും പ്രവൃത്തികളും എത്രത്തോളം പ്രത്യേകത ഉള്ളതാണെന്ന് നമ്മളിവിടെ പഠിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. നമുക്ക് വായിക്കാം. കൗദാശിക ആഘോഷം ദൈവമക്കൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും തങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടുന്നതാണ്. കുർബാന കാണാൻ പോകുന്നതല്ല. നമ്മൾ എന്തിനാണ് നമ്മൾ കുർബാന കാണാൻ പോകുന്നേ? കുർബാന അർപ്പിക്കുന്നത് എന്തിനാണ്? കൗദാശികമായ ആഘോഷം ദൈവമക്കൾ ഉണ്ടോ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും തങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടുന്നതാണ്. ഈ വാക്കുകൾ തന്നെ നോക്കി എത്ര അർത്ഥസമ്പുഷ്ടമാണ്. കൗദാശിക ആഘോഷം ദൈവമക്കൾ. നമ്മൾ ആരാണ്? നമ്മൾ വെറും മനുഷ്യരല്ല. സാധാരണ മോഡേൺ ലാംഗ്വേജ് അനുസരിച്ച് ഐ ആം എൻ ഇൻഡിവിജ്വൽ, ഐ നോ വാട്ട് ഐ വാണ്ട് ടു ഡു വാട്ട് ഐ വാണ്ട്. വൈ യു സേ ദാറ്റ് ഗോഡ് ഈസ് ഡൂയിങ് ഇറ്റ്? ഇങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ. ഐ ആം എൻ ഇൻഡിവിജ്വൽ. പക്ഷേ അതല്ല നമ്മൾ. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ദൈവ മക്കളാണ്. ദൈവമക്കൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും. അതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായത്. പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെ പിതാവിനെയും പുത്രനെയും തമ്മിൽ നമ്മളെ ഒന്നാക്കി. അതാണ് ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും തങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടുന്നതാണ്. ഇറ്റ്സ് എൻ എൻകൗണ്ടർ. ആരാധന
എന്ന് പറഞ്ഞാൽ, കൗദാശിക ആഘോഷം എന്ന് പറഞ്ഞാൽ മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, വിശുദ്ധ കുമ്പസാരം, വിവാഹം, പരിപട്ടം, എന്ത് തന്നെയായാലും ഇത് ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും പിതാവിനെ കണ്ടുമുട്ടുന്നതാണ്. ഈ സംഗമം പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ഒരു സംഭാഷണത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നു. ഒരു സംഭാഷണം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കുകയാണെങ്കിൽ ആ ആളെന്ത് വിചാരിക്കും? നീ എന്താ ഒന്നും മിണ്ടാത്തേ? എന്നോട് പോലെ വഴക്കുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? എന്തോ ഒന്നും മിണ്ടാത്തേ? എന്നോട് പോലെ പ്രയാസമുണ്ടോ? അപ്പോൾ സംഭാഷണം, നമ്മളുടെ ആ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ആസ്പെക്ട് ഓഫ് കമ്മ്യൂണിയൻ. അതായത് നമ്മൾ ഒരാളോട് സംഭാഷിക്കുമ്പോഴാണ് ആ ആളുമായിട്ടുള്ള ലയനം, ആളുമായിട്ടുള്ള ഒന്നാകലിൻ്റെ തുടക്കം. അപ്പോൾ ഈ ആരാധനക്രമത്തിൽ നമ്മൾ വിശുദ്ധ കൂദാശയിൽ ഈശോയുമായിട്ട് ഒന്നാകുന്നു. പക്ഷെ ആ ഒന്നാകുന്നത് എങ്ങനെയാണ്? ഈ സംഗമം, അതാണ് ഈ സംഗമം. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഒന്നാകുന്നു. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ വാവായേ ശുനാഥ. പാടിയേ, എല്ലാവരും ഒന്ന് പാടിയേ. സ്നേഹനാഥ എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. കണ്ടോ, നമ്മൾ ജീവിതത്തിലെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ഗാനമാണ്. പക്ഷെ ഇത് ഒരിക്കലും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മാറുന്നില്ല. കാരണം അതൊരു സത്യമാണ്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ ഈ സത്യം ഏതെങ്കിലും കവി എഴുതിയതാണോ? കർത്താവ് ഈശോമിശിഹ തന്നെ പറഞ്ഞതാണ്. എന്നെ ശരീരം സ്വീകരിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. അതാണ്. അപ്പോൾ ആ സത്യം, ആ ദിവ്യ കണ്ടുമുട്ടൽ, ആ ദിവ്യ ഒന്നാകൽ, അത് പെട്ടെന്നങ്ങനെ ഒന്നാകല്ല ചെയ്യണേ. അതിനെ വാക്കുകളിലൂടെയും സംഭാഷണത്തിലൂടെയും. അതുകൊണ്ടാണ് കുർബാന പുസ്തകം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ കുർബാന പുസ്തകം നിങ്ങളുടെ കയ്യിൽ വേണം, സ്വന്തമായിട്ടൊരെണ്ണം വേണം. എന്നിട്ട് ഇതിൻ്റെ ആരംഭം മുതൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിക്കണം ഒരു പ്രാവശ്യം. ഇത് ബൈബിള് പോലെ തന്നെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഈശോയുടെ സംസാരമാണ് ഇതിനകത്ത്. സംസാരമാണ്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള സംസാരമാണ്. ഇതിനകത്ത് ഓരോ വാക്കുകളിലൂടെയും സംഭാഷണത്തിലൂടെയും, അപ്പോൾ വാക്കുകളിലൂടെയും ഒരു സംഭാഷണത്തിന് രൂപം സ്വീകരിക്കുന്നു. പ്രവൃത്തികളും വാക്കും, പ്രതീകാത്മകമായ പ്രവൃത്തികൾ ഒരു ഭാഷ തന്നെയാണെന്ന് സമ്മതിക്കണം. പ്രതീകാത്മകമായ പ്രവൃത്തികൾ എന്താണ്? പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി വിശുദ്ധ കുർബാനയിൽ പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. ഉദാഹരണത്തിന് നമ്മൾ ധൂപക്കുറ്റി വീശുന്നു, ധൂപാർപ്പണം പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്, ഒരു ധൂപക്കുറ്റി. എന്നാൽ അതിൻ്റെ അകത്തുള്ള പ്രതീകങ്ങൾ എന്തെല്ലാമാണ്? ഇത്
നമ്മൾ കുഞ്ഞുനാളിൽ കഞ്ഞിയും വെക്കാൻ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്ന മാതിരി ഒരു കളിപ്പാട്ടമല്ല ഇത്. ഇത് യഥാർത്ഥമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ധൂപക്കുറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതീകാത്മകത എന്താണ്? അപ്പം ഇങ്ങനെ ഭാഷാർപ്പണത്തിലെ ഓരോ പ്രതീകങ്ങൾക്കും വളരെയധികം അർത്ഥമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഈ പ്രതീകത്തിൻ്റെ ഒരു സാമ്പിൾ കാണിക്കുകയാണ്. ഇങ്ങനെ ഓരോ സാധനക്രമത്തിലെ ഓരോ പ്രതീകങ്ങളും. ഇതാ മറ്റൊരു പ്രതീകം, ഈ കുരിശ് കണ്ടോ? ഇതിനെ പുഷ്പിച്ചിരിക്കുന്ന ഒരു കുരിശ്, അത് ഈശോയുടെ പുനരുത്ഥാനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഇവിടുത്തെ പ്രതീകം എന്താണ്? ഈ 3 ചങ്ങലകൾ, ഇത് തൂക്കിക്കിടക്കുന്ന 3 ചങ്ങലകൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ഇത് ഭൂമിയാണ്. ഇതിന്റെ മേൽത്തട്ട് സ്വർഗമാണ്. ഈ മേൽത്തട്ടിനെ തൂങ്ങിക്കിടക്കുന്ന ഈ 4ാമത്തെ ചങ്ങല ഈശോയുടെ മനുഷ്യാവതാരമാണ്. അതായത് ഈ ത്രിത്വത്തിൽ നിന്നും ത്രിത്വത്തിൽ 2ാമത്തെ ആളായ ദൈവം തന്നെയായ നിത്യവചനമായ ഈശോ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ചു. ആ മനുഷ്യൻ ഈശോ തമ്പുരാൻ ഇതാ സ്വർഗം തുറന്നു. ഉണ്ടോ? ഇപ്പൊ സ്വർഗം തുറന്നു. ഉണ്ടോ? അതാണ്. അപ്പൊ ഈ മേൽത്തട്ട് പൊങ്ങുമ്പോ ഈശോയുടെ മാമോദീസായിലൂടെ സ്വർഗം തുറന്നു. ഇനി ഇതിൽ കാണുന്ന കരിക്കട്ട ദ അൺറിഡീംഡ് ഹ്യൂമാനിറ്റി, രക്ഷിക്കപ്പെടാനുള്ള മനുഷ്യവംശം മുഴുവനുമാണ്. ഇതിലുള്ള തീക്കട്ട പരിശുദ്ധാത്മാവാണ്. ഇതിൽ 3 മണികളുണ്ടാകും. അങ്ങനെ 4 ചങ്ങലയിൽ 3 മണികൾ, 12 മണികളുണ്ടാകും. അത് 12 അപ്പസ്തോലന്മാരാണ്. ഇനി അതിലൂടെ അർപ്പിക്കപ്പെടുന്ന ആ ധൂപാർപ്പണം മനുഷ്യവംശം മുഴുവനും ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയും സ്തുതിയുമാണ്. കണ്ടോ? അപ്പം ഇതാണ് ആരാധനാക്രമത്തിലെ പ്രതീകങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. സന്തോഷമായോ? ഓക്കെ. അപ്പം നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ ആ അർപ്പണത്തിലടങ്ങിയിരിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും പ്രതീകങ്ങളും ചിത്രങ്ങളും അവിടെയുള്ള ഐക്കൺസും എല്ലാം ഈ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒന്നാകലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണത്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ഈ സംഗമം പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ഒരു സംഭാഷണത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നു. തുടർന്നാണ് പ്രതീകാത്മകമായ പ്രവൃത്തികൾ. അതുകൊണ്ടാണ് ഒരു പ്രതീകം ഞാൻ കാണിച്ചത്. ഒരെണ്ണം കാണിച്ചോളൂ. ഇതിങ്ങനെ ഒരുപാടുണ്ട് കുർബാനയിൽ. പ്രതീകാത്മകമായ പ്രവൃത്തികൾ ഒരു ഭാഷ തന്നെയാണെന്ന് സമ്മതിക്കണം. കണ്ടോ? അതായത് ഇപ്പൊ ഞാൻ കാണിച്ച ഈ പ്രതീകത്തിലൂടെ നമ്മൾ ദൈവവുമായിട്ട് വേറൊരു ഭാഷ സംഭാഷിച്ചു. വാക്കുകളില്ല. മനസ്സിലായോ? വാക്കുകളിലൂടെ അല്ല, നമ്മൾ ചെയ്ത ഈ ധൂപാർപ്പണത്തിലൂടെ ദൈവവുമായിട്ട്. അതാണ് ഈ പ്രതീകാത്മകമായ പ്രവൃത്തികൾ. നമ്മൾ മലയാളം മാത്രം വായിച്ചാൽ പോരാ, ഇംഗ്ലീഷും കൂടി വായിക്കണം ചില സമയത്ത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, admittedly the symbolic actions are already a language. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? See, admittedly the symbolic actions are already a language. ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? But the word of God
and the response of faith have to accompany and give life to them. കേട്ടോളൂ, ഈ പ്രതീകാത്മകമായ പ്രവൃത്തികൾ ഒരു ഭാഷ തന്നെയാണെന്ന് സമ്മതിക്കണം. അതായത് നമ്മളിപ്പോൾ നടത്തിയ ഈ ധൂപാർപ്പണം പ്രതീകാത്മകമായ ദൈവവുമായിട്ടുള്ള ഒരു ഭാഷയാണത്. ഒരു ഭാഷ എന്തോ ഒരു വലിയ ഒരു അവതരണമാണെന്ന് നോക്കി കഴിഞ്ഞില്ലട്ടോ. ഇതതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ആ സെന്റൻസിൽ. എന്നാൽ രാജ്യത്തിൻ്റെ വിത്ത് നല്ല മണ്ണിൽ അതിൻ്റെ ഫലം പുറപ്പെടുത്തുന്നതിന് ദൈവവചനവും വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരവും ഒപ്പമുണ്ടായിരിക്കണം. ഇത് ഇപ്പൊ നമ്മൾ ചുമ്മാ എടാ അത് കുറ്റിടാ പൊടുക തൂടാ മൂച്ചടാ എന്നും പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരാ. അതിനെ ഭക്തിപൂർവം വിശ്വാസപൂർവം നമ്മൾ ധൂപാർപ്പണം നടത്തുമ്പോൾ, ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാനിത് കുറേ നാളായിട്ട് ഈ ധൂപക്കുറ്റി കൊണ്ടു നടന്ന് ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം എല്ലാ ധ്യാനത്തിലും ഞാൻ കുർബാനയെക്കുറിച്ച് ക്ലാസ് കൊടുക്കുമ്പോൾ ഈ ധൂപക്കുറ്റിയെ വിശദീകരിക്കും. അത് കഴിഞ്ഞിട്ട് പലരും പറയാണ്, എൻ്റെ ബ്രദറെ ഇത്രയും നാളും ഞങ്ങൾ ഈ ധൂപക്കുറ്റി വീശിച്ചിരുന്നത് എങ്ങനെയാണെന്നും ഇപ്പൊ ആ ധൂപക്കുറ്റി എടുക്കാൻ പേടിയാകാണ്. കാരണം ഇത്രയും വലിയ പ്രീതവും മുഴുവനും ഭൂമിയും ലോകവും ഇത് മുഴുവനെയും ഞാൻ കൊണ്ട് നടക്കാണല്ലോ. പേടിയാകാണ് ഇപ്പൊ അതെടുക്കാനായിട്ട്. എന്തോ ഒരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഇപ്പൊ ഞങ്ങൾ ഈ ധൂപാർപ്പണം നടത്തുന്നത്. കാരണം ഇപ്പൊ വിവരം അറിഞ്ഞു എന്താണ് ഈ പ്രതീകത്തിന്റെ അർത്ഥമെന്നും. എങ്ങനെ അറിഞ്ഞു അത് വചനവും വിശ്വാസവും. ഇതെല്ലാം ഇതിന്റെ ബേസിസ് വചനമാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും കാതൽ വചനമാണ്. വചനത്തിലുണ്ട് അതൊക്കെ. ഉദാഹരണത്തിന് നോഹയുടെ കാലത്ത് നോഹ ബലിയർപ്പിച്ചപ്പോൾ അതിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഇനിമേൽ ഞാൻ ലോകത്തെ നശിപ്പിക്കില്ല. കണ്ടോ സുഗന്ധം. എന്തിനാ ഇത് ധൂപാർപ്പണം നടത്തണേ, എന്തിനീ പള്ളിയിലൊക്കെ പോയിക്കണേ, ഇങ്ങനെയൊന്നും പറയരുത്. ആ സുഗന്ധം ആസ്വദിച്ചപ്പോൾ ദൈവം അരുളി ചെയ്തു, ഇനി ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ ഒരു പ്രളയമുണ്ടാക്കില്ല. അവിടെ മുതലാണ് ഈ ബലിയർപ്പണത്തിൽ ധൂപാർപ്പണം വേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മുതൽ ബലിയർപ്പിക്കുമ്പോഴെല്ലാം ധൂപാർപ്പണം വരുന്നു. അതിൻ്റെ സുഗന്ധം ദൈവം ആസ്വദിക്കുന്നു. അതുകൊണ്ട് ആ സുഗന്ധദ്രവ്യങ്ങൾ അതിൽ ചേർക്കുന്നു. ആ സുഗന്ധദ്രവ്യങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തുന്ന മനുഷ്യ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ സുഗന്ധം. അപ്പോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ദ റെസ്പോൺസ് ഓഫ് ഫെയ്ത്ത് ഹാവ് ടു അക്കംപനി and give life to them so that the seed of kingdom can bear its fruit in good soil. The liturgical actions signify that the word of God expresses both his free initiative and his people's response of faith. അപ്പോൾ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് തന്നെ ആരാധനാക്രമത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ഇതിൽ പഠിച്ചായിരുന്നു, ബലി അർപ്പിക്കുന്ന വൈദികൻ മാത്രമല്ല, ബലി അർപ്പണത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കൂടി ഒരുമിച്ചാണ് ബലിയർപ്പണം നടത്തുന്നത്. അതാ 1143 സഹായികൾ, വായനക്കാർ, വ്യാഖ്യാതാക്കൾ, ഗായക സംഘത്തിലെ അംഗങ്ങൾ എന്നിവരും യഥാർത്ഥ ആരാധനാധർമ്മം നിർവഹിക്കുന്നു. അത് സാക്രസാൻഡം കൺസീലിയം, രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന്റെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാണ് സാക്രസാൻഡം കൺസീലിയം, ആരാധനാക്രമം.
അതിൽ 29ാമത്തെ ഖണ്ഡികയിൽ ഡോഗ്മാറ്റിക് ആയിട്ട് പറയുകയാണ്, നമ്മളിതേ അച്ഛൻ ബലിയർപ്പിക്കണു, നമ്മളിവിടെ കയറിയിരിക്കണു. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് കുർബാന അർപ്പിക്കണ നേരത്ത് ഞാൻ ബാക്കിലായിപ്പോയി. സാധാരണ ഞാൻ എന്നും ഫ്രണ്ടിലാണ്, അന്ന് ഞാനങ്ങ് ബാക്കിലായിപ്പോയി. അപ്പോൾ ഒരു സംഭവം എന്നെ ഞെട്ടിപ്പിച്ചു. അപ്പം എൻ്റെ അടുത്തിരുന്ന ഒരുത്തൻ പെട്ടെന്ന് അങ്ങ് ഇരുന്നു അവിടെ ശാമ്പടപ്പടിയിട്ട്. ഞാൻ നോക്കുമ്പോൾ അവനോട് ഇരിക്കുകയാണ്. എല്ലാവരും വളരെ ഭയഭക്തിയോടെ ആരാധനാപൂർവം കുർബാന അർപ്പിക്കണു. അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ എന്താ പെട്ടെന്ന് അങ്ങനെ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ പെട്ടെന്ന് അവിടെ ഇരുന്നത്? പെട്ടെന്ന് അവിടെ ഇരുന്നത് എന്താ? അപ്പം അവൻ പറയാൻ, അവിടെ പറഞ്ഞിട്ടില്ലേ വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഞാൻ അവിടെ ഇരുന്നു. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്, എനിക്കൊന്നും ഉള്ളതല്ല, ഞാൻ അവിടെ ഇരുന്നു. ഹലോ, നമ്മൾ എന്ത് പറയാനാ? ഞാൻ പറയടാ മോനെ, ഈ ആരാധനാക്രമത്തിലെ വാക്കുകളെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കരുത്. അത് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളാണ്. അതുപോലെ ഗായക സംഘം സമർപ്പണ സമയത്ത് മിശിഹാ കർത്താവിൻ തിരുമൈനി ഈ ഗാനം ആലപിച്ചില്ല, അതിന് പകരം വേറൊരു ഗാനം ആലപിച്ചു. ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ പാട്ട് പാടാൻ? ഇത് കുർബാന പുസ്തകത്തിലെ തക്സയിലുള്ള പാട്ടല്ലേ, ഇത് വെറും പാട്ടല്ല, ഇത് ആരാധനയുടെ ഭാഗമാണത്. തക്സയിലെ ബലിയർപ്പണത്തിൻ്റെ കൗദാശികമായ സംഭാഷണം, ദൈവവുമായിട്ടുള്ള കൗദാശികമായ സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം പറയണം, അതിനിപ്പോൾ ഈശോയുടെ ശരീരം രക്തം ആയില്ലല്ലോ, അപ്പവും മീഞ്ഞുമല്ലേ അത്. അപ്പവും മീഞ്ഞു ഉയർത്തിക്കൊണ്ട് മിശിഹാ കർത്താവിൻ തിരുബലി ദിനമെന്ന് പറയേണ്ട ആവശ്യം എന്താ? ഞാനങ്ങ് ഷോക്ക് അടിച്ചു പോയി. എൻ്റെ മോനെ, അപ്പോൾ ഈ എഴുതി വെച്ചേക്കണതൊക്കെ മണ്ടന്മാരാണോ? അവരുടെ അറിവില്ലായ്മയാണോ എഴുതിയേക്കുന്നത്? നമ്മൾ മനസ്സിലാക്കിയതിൽ നമ്മുടെ മനസ്സിലാക്കണതിൽ ഉള്ള കുഴപ്പമാണ്. അല്ല സാറൊന്നും പറഞ്ഞേ, എന്തിനാണ് അങ്ങനെ എഴുതിയേക്കണത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഈ ബലി അർപ്പണത്തിൽ അർപ്പിക്കുന്നത് മനുഷ്യവംശം മുഴുവനെയാണ്. ആ മനുഷ്യവംശം മുഴുവനും ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാണ്. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ. കണ്ടോ? ഓഹോ, അങ്ങനെയാണല്ലേ. ഓ, ക്ഷമിക്കണം സാറേ, ഞാൻ ഇനി മുതൽ പാടിക്കൊള്ളാട്ടോ. അപ്പൊ ഇവരെല്ലാം നമ്മളുടെ ഗായക സംഘവും വായനക്കാരും വ്യാഖ്യാതാക്കളും ഗായക സംഘത്തിലെ അംഗങ്ങളും യഥാർത്ഥ ആരാധനാധർമ്മം നിർവഹിക്കുന്നു. ഈ ബലിയർപ്പണത്തിൻ്റെ ഭാഗമാണ്. എന്നപോലെയാണ് നമ്മൾ റെസ്പോൺസ് പറയുന്നത്. നമ്മൾ ഇത്ര പറയുന്നുള്ളൂ, ആമേൻ, ഇത്ര പറയുന്നുള്ളൂ, പക്ഷെ അത് വലിയ കാര്യമാണ്. അതും ഇവിടെ വിശ്വാസ പ്രമാണത്തിൻ്റെ പഠിക്കുമ്പോൾ ആമേൻ എന്നുള്ള ഇത് അർത്ഥം എന്താണെന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആമേൻ? ആമേൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആമേൻ, നമ്മൾ ഇത്ര പറയുന്നുള്ളൂ, ആമേൻ. പക്ഷേ ആ റെസ്പോൺസ് പറയുന്ന നമ്മളും ആരാധനാകർമ്മത്തിലെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ആമേൻ എന്ന് പറയുന്നു. അങ്ങനെ ആയിരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം അപ്രകാരം ദൈവം നൽകിയ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം ആമേൻ ചൊല്ലി സ്വീകരിക്കുന്നു. അതല്ലല്ലോ. ഇത് ഒരു വശം. എന്നാൽ 1065 യേശുക്രിസ്തു തന്നെയാണ് ആമേൻ. സെന്റ് അഗസ്റ്റിൻ, യേശുക്രിസ്തു തന്നെയാണ് ആമേൻ.
പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ സുനിശ്ചിതമായ ആമേൻ ആണ് അവിടുന്ന്. പിതാവിനോടുള്ള നമ്മുടെ ആമേൻ അവിടുന്ന് സ്വീകരിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും അവനിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. 2 കൊരിന്ത്യർ 1:20. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവിനുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. കണ്ടോ സ്നേഹമുള്ളവരെയും? അപ്പോൾ ഈ ആമേൻ മാത്രം നിങ്ങൾ പിടിച്ചാൽ മതി കുർബാനയ്ക്ക്. അറ്റ്ലീസ്റ്റ് എന്താണ് 1065 പറയുന്നത്? യേശു ക്രിസ്തു തന്നെയാണ് ആമേൻ. പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ സുനിശ്ചിതമായ ആമേൻ ആണ് അവിടുന്ന്. പിതാവിനോടുള്ള നമ്മുടെ ആമേൻ അവിടുന്ന് സ്വീകരിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. വരുവിൻ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. നമ്മളിപ്പോൾ പഠിച്ചത് പ്രതീകങ്ങളും പ്രവൃത്തികളുടെയും ഭാഗത്തിൽ കുർബാനയിലുള്ള ഓരോ വാക്കുകളും അതിനുള്ള പ്രതീകങ്ങളും ഒരു ലാംഗ്വേജ് തന്നെയാണ്. പ്രതീകങ്ങൾ ഒരു ഭാഷ തന്നെയാണ്. അത് ഇനിയും നമ്മൾ കൂടുതലായി പഠിക്കുമായിരിക്കണം. അപ്പം ആ രീതിയിൽ നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Thank you, Lord. Hallelujah, hallelujah, hallelujah. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. God bless you, bless you, bless you.